ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഗൈസ്, എന്തെല്ലാം വിശേഷങ്ങൾ? സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളും സുഖമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ഗുട്ടൻസ് ഒക്കെ പിടികിട്ടിയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഉള്ളത് വെട്ടത്തൂര് ബെസ്റ്റോ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, വെട്ടത്തൂർ എന്ന് പറഞ്ഞ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആവാറായിട്ടുണ്ട് ഗൈസ്. കാരണം 2 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഒന്ന് ലുലു, 2 ബെസ്റ്റോ. അപ്പോൾ ലുലു ആക്ച്വലി ഇന്ന് ക്ലോസ്ഡ് ആണ്. അപ്പം നമ്മൾ ബെസ്റ്റോയിൽ വന്നു. അങ്ങനെ ബെസ്റ്റോയിൽ വന്ന് നമ്മൾ വന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇവമോളുടെ സ്കൂള് മോണ്ടിസോറി സെക്കൻഡ് തീരാറായിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഒരു കൊച്ചു പാരിതോഷികം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആക്ച്വലി എന്താണെന്നറിയോ, കഴിഞ്ഞ വർഷം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എന്തോ ഒരു തിരക്കിലായത് കാരണം എനിക്ക് അതൊക്കെ എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോയി. ഇപ്രാവശ്യം മൈൻഡിൽ ഉള്ളതുകൊണ്ടൊന്നല്ല, ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ വാങ്ങിച്ച് വെക്കേണ്ടത്. ഈ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് ഞാൻ നിൽക്കൂല. കുറേ ട്രെയിനിങ്, കുറേ ക്ലാസ്, കുറേ അത് തേങ്ങ മാങ്ങാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ എൻഗേജ്ഡ് ആയതുകൊണ്ടുള്ള പ്രശ്നമാണ് ഗൈസ്. ഇതാ രസം. ആക്ച്വലി ഞാൻ ഇവമോളുടെ ക്ലാസ് ടീച്ചർക്ക് വല്ല ടോപ്പോ അതല്ലെങ്കിൽ ഒരു ചുരിദാർ സെറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം ഞാൻ കുറേ അപ്പം നമുക്ക് അവരെ സൈസ് അറിയില്ലല്ലോ. അപ്പം ഞാൻ കുറേ മെറ്റീരിയൽ അന്വേഷിച്ച് നടന്നു, അതൊന്നും കിട്ടിയില്ല. അല്ല, ഇതിൽ ഏതാ ഇഷ്ടമായ? അതിൽ നിന്ന് 2 എണ്ണം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യ്. ഏതാ ഇഷ്ടമായ? ഇതാണോ ഇതാണോ അതോ അതാണോ? എൻ്റെ ഷെറിൻ മിസ്സിനെ ഏതാ കൊടുക്കണ്ടേ? അതാ അത്രയൊക്കെ ഇഷ്ടമായിക്കണ്. എന്നാ ഓക്കെ, അതിൽ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തരുമോ അല്ലേ? ഇനി ഇവിടെ വാ. ബാക്കിയുള്ള 3 ടീച്ചേഴ്സിനും ഒരേപോലത്തെ വാങ്ങിച്ചാൽ മതി. നോമ്പ് തുറന്ന സമയമായതുകൊണ്ടേ കടകളൊക്കെ ക്ലോസ് ചെയ്തിരിക്കും. ഈവൻ ലുലു പോലും ക്ലോസ് ചെയ്തിരിക്കും. പിന്നെ ബെസ്റ്റോയിൽ വന്നപ്പോൾ വളരെ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളതിൽ നിന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവമോളെ കൊണ്ട് തന്നെ അവളുടെ ടീച്ചേഴ്സിന് ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കുകയാണ്. കാരണം എന്താ പറയുക, അവൾക്ക് അവളുടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കാര്യം. ഷെറിൻ മാം അത് പറഞ്ഞു, ബീന മാം ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും വീട്ടിലേക്ക്. അവൾക്ക് അവളുടെ ടീച്ചേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അവരിനി അവളെ പഠിപ്പിക്കുന്നുണ്ടാവില്ല. കാരണം M1 M2 മോണ്ടിസോറിയിലുള്ള ടീച്ചേഴ്സ്, പിന്നെ 1ാം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ വേറെ ടീച്ചേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവളെ സ്കൂള് മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇനി അപ്പോൾ ആ സെയിം സ്കൂളിൽ തന്നെ ആവുമെന്നും അറിയില്ല. അപ്പം അങ്ങനെയൊക്കെ എന്തായാലും എൻ്റെ മോളെ 2 വർഷം പഠിപ്പിച്ച എല്ലാ ടീച്ചർമാർക്കും ഒരുപാട് നന്ദിയുണ്ട്, ഹൃദയത്തിൽ തൊട്ടിട്ടുള്ള നന്ദിയുണ്ട്. കാരണം ഇതുപോലെ ഒരു കുത്തിക്കണിയെ 2 വർഷം പോറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. വീട്ടിൽ തന്നെ ആകുമ്പോൾ എനിക്കറിയാം എന്തൊരു പ്രയാസമാണ് കുറച്ച് സമയം കൊണ്ട് നടക്കണമെങ്കിലെന്ന്. മൈ ഡിയർ ഗോയ്സ്, ഇനബേബി ആ ഒരു ട്രോളിക്കകത്ത് നിന്ന് ഭയങ്കര ഘോഷ്ടിയാണ്. അതിനകത്ത് ഇരുത്തിയിട്ട് സാധനങ്ങൾ വലിച്ചിടാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണ്. ഒരു ഹലാക്കിൻ്റെ ആന സാധനം കിട്ടിയിട്ടുണ്ട് ഇവമോൾക്ക്. അതെന്തോ നമ്മളെ എന്തൊക്കെയോ ഒരു സംഭവം, മറ്റേ പൂരത്തിനൊക്കെ കാണില്ല, അതേപോലത്തെ എന്തൊരു സംഭവം. അപ്പം അത് ഊതട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്, അതിൻ്റെ അത്രയും വലുപ്പം വരെ അതിൻ്റെ സൗണ്ട് എന്ന് വിചാരിച്ചാൽ വേണ്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഗിഫ്റ്റിനുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, ഇത് ബില്ലാക്കി പോകുക എന്നുള്ളതാണ്. പിന്നെ അത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ വേണം. അപ്പോൾ ഇങ്ങനെ പോകുന്നപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ നോമ്പാണല്ലോ ഗൈസ്, അപ്പോൾ വെള്ളം ഉണ്ടാക്കാൻ പറ്റിയ നല്ല എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇതിൽ ചിലതൊക്കെ ഫൈക്കാക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 5 പൈസയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞ പോലെ ഒക്കെ ഫ്ലേവേർഡ് ജ്യൂസസ് ആണ്, ഒരു രസമില്ല. അപ്പോൾ പിന്നെ നമ്മൾ അതങ്ങോട്ട് വേണ്ടാന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ആസ് യൂഷ്വൽ ചോക്ലേറ്റ് കൊതിച്ചിയാണ്. ഞാനും ഇനു ബേബി ഒരേപോലെ കേട്ടോ, നമ്മൾ 2 പേരും ചോക്ലേറ്റ് കൊതിച്ചികളാണ്. അപ്പോൾ ഞാൻ ക്രിസ്പെല്ലോ എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് കേട്ടോ. അപ്പോൾ ഞാനത് പറയുന്നത് തന്നെ, ആർക്കെങ്കിലും എനിക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തരണം തോന്നുകയാണെങ്കിൽ ക്രിസ്പെല്ലോ വാങ്ങിച്ചെന്നാൽ മതി. ക്രിസ്പെല്ലോവും അതുപോലെ തന്നെ പിന്നെ ട്വിക്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈക്കാക്കും അതിൻ്റെ കുണാൻഡ്രിഫിക്കേഷൻ, അതിൻ്റെ ബില്ലൊക്കെ പറിച്ചെടുക്കുക. കാരണം വിലയിലല്ല ഗൈസ്, അത് കൊടുക്കുന്ന സ്നേഹത്തിലാണ് സ്നേഹം കിടക്കുന്നത് അല്ലേ. അപ്പോൾ അതിങ്ങനെ ടീച്ചർമാരുടെ ഷോക്കേസിൽ ഫോർ എവർ ഇങ്ങനെ കിടക്കുമ്പോൾ അവരിങ്ങനെ ആലോചിക്കും, ഇത് ഇവാനെ തന്നതാണ്, M2 സീല് ഞാൻ പഠിപ്പിച്ച കുട്ടിയാന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിതുപോലെ എൻ്റെ കുട്ടികൾ തന്ന ഗിഫ്റ്റുകളൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതിലൊരു ക്യാപ്ഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മ
ഓർമ്മയുണ്ട്. ഫോർ ദ വേൾഡ് യു ആർ വൺ പേഴ്സൺ ബട്ട് ഫോർ മീ യു ആർ ദ ഹോൾ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ലോകത്തിന് നിങ്ങളൊരു മനുഷ്യനായിരിക്കാം, പക്ഷേ എനിക്ക് നിങ്ങൾ എൻ്റെ ലോകമാണെന്ന് പറഞ്ഞിട്ടൊരു കുട്ടി തന്ന് ഭയങ്കര, അത് ആ കുട്ടി അന്ന് അറിഞ്ഞിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റായിരുന്നു. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് ഞാനത് ഷോക്കേസിൽ എടുത്ത് വെച്ചിരുന്നത്. അത് ആക്ച്വലി ഒരു കപ്പാണ് കേട്ടോ. പക്ഷെ കപ്പ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി എടുത്തിട്ടില്ല, അങ്ങനെ അത് പൊട്ടിക്കേട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകളുണ്ട് സ്റ്റുഡൻസ് എനിക്ക് തന്നത്. ചോക്ലേറ്റ് ഒക്കെ പിന്നെ തിന്ന് തീർക്കും, കാരണം അത് പിന്നെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഗൈസ് അതൊക്കെ ഒരു കാലം. അപ്പം ടീച്ചർമാർക്ക് ഓർത്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് ടീച്ചർമാരെ ഓർത്ത് വെക്കാൻ ക്ലാസ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവമോളുടെയും ഇനബേബിൻ്റെയും ഡ്രസ്സിൻ്റെയും ഇതിൻ്റെ പാക്കറ്റിൻ്റെയും കളർ ഒരേപോലെയാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആക്ച്വലി ഇപ്പോൾ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം, ഗിഫ്റ്റ് റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 3 കുഞ്ഞു ഗിഫ്റ്റുകളും ഒരു വലിയ ഗിഫ്റ്റുമാണ്. ആക്ച്വലി ഒരു ക്ലാസ് ടീച്ചർ ഷെറിൻ മാം ഉണ്ട്, പിന്നെ ഒരു ബീന മിസ് ഉണ്ട്, ഒരു ശ്രീലക്ഷ്മി മിസ് ഉണ്ട്, പിന്നെ ഒരു ഷെറീന മിസ് ഉണ്ട്. അങ്ങനെ ഇവമോൾ 2 ടീച്ചറിനെയും ഷെറിൻ മിസ് എന്നാ പറയാ. അറബിന്റെ ഷെറിൻ മിസ്സും അതുപോലെ തന്നെ അവളെ ക്ലാസ് ടീച്ചർ ഷെറിൻ മിസ്സും, അങ്ങനെയാണ് അവൾ പറയാറുള്ളത്. അപ്പൊ ഗൈസ് നമ്മുടെ ഗിഫ്റ്റുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞു. ഓക്കെ പറ്റില്ല, ഇവ ആവുണ്ടാവുള്ളൂ കുറെ മിഠായി തിന്നാല്. അത് പൊട്ടിച്ചു അതെല്ലാം ഒക്കെ ചോക്ലേറ്റ് കണ്ടത്. ചോക്ലേറ്റ് ആണോ ഒക്കെ വേണ്ടത്? കഴിഞ്ഞു. എന്താ ചെയ്യാ? ഇനുബേബി ഒരു ഭൂലോക ചോക്ലേറ്റ് കൊതിച്ചാണ്. അവൾക്ക് കേക്ക് അതുപോലെ തന്നെ എങ്ങനത്തെ സംഭവങ്ങളൊക്കെ. എനിക്ക് ബർത്ത്ഡേക്ക് ഫൈക്കാക്കോ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അത് മൊത്തം ആശാത്തിയാണ് കഴിച്ചിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും, ഫ്രിഡ്ജിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അത് തുറക്കാൻ വാശി പിടിച്ച് കരഞ്ഞ് ഒരു പാത്രത്തിൽ കേക്കും ഒരു സ്പൂണിന് കൊടുത്തു കഴിഞ്ഞാൽ അത് തിന്നങ്ങനെ നടക്കും. മധുരം ഭയങ്കര ഇഷ്ടം. അപ്പം എനിക്ക് പേടിയാണ്, കാരണം എന്താ പറയുക, ഈ കുട്ടികൾക്കാണെങ്കിൽ വിരശല്യം ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ പല്ലൊക്കെ കേടിലൊക്കെ പ്രശ്നമായി. ഇവമോളാണെങ്കിൽ അങ്ങനത്തെ ഒന്നും കഴിക്കൂല, തീരെ കഴിക്കൂല എന്നല്ല, കഴിക്കൽ കുറവാണ്. അപ്പം അതുകൊണ്ട് ഓളെ കാര്യത്തിൽ ടെൻഷനില്ല. അതുകൊണ്ട് തന്നെ കണ്ടില്ല, ഓളെ തടി തീരല്ല, ഒരു കോലാപ്പിയാണ്. പക്ഷേ ഇനബേബി അങ്ങനെയല്ല, മാഷാ അല്ലാ, അപ്പോൾ തന്നെ അവൾ നല്ല ഹെൽത്തിയാണ്. ബിഗ് ബോണ്ടാണ് എന്നാ പറയാം. നമ്മൾ ഫാറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാൻ പാടില്ല, ബിഗ് ബോണ്ട് എന്ന് പറയണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തംബ്നെയിലാക്കാനും പിന്നെ സ്റ്റേറ്റസ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസ് ആയിരുന്നു. ഇതൊന്ന് പ്രഹസനാന്ന് വിചാരിക്കരുത്, ഇതൊക്കെ നല്ല മെമ്മറീസാണ്, ഇഷ്ടം കൊണ്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും.